ഇപ്പോഴേയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. കാവേരിയും കുടുംബവും ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയ ശേഷം ഇതൊക്കെ കണ്ടു നിന്ന രാജേശ്വരിക്കും സത്യനും ജയപാലിനോട് ദേഷ്യമാണ് വരുന്നത്. പ്രവീണ വന്ന് ജയപാലിനോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ നടന്ന ശേഷം കല്യാണം നടക്കൂ ജയപാലേട്ടാ? ജയപാലൻ അപ്പോ ദേഷ്യത്തിൽ പറയാണ്, പിന്നെ നടക്കാതെ? അതിനു വേണ്ടിയല്ലേ എന്റെ പൈസ വരെ അവർക്ക് കൊടുത്തത്? ഈ കല്യാണം ഉറപ്പായും നടക്കും എന്ന് പറഞ്ഞ് രാഗിണിയോടും നിവിനോടും മണ്ഡപത്തിൽ പോയി ഇരിക്കാൻ പറയാണ് ജയപാലൻ. അപ്പോ നിവിൻ പറയാണ്, ഒരു മിനിറ്റ് ജയപാല എന്ന് പറഞ്ഞ് സത്യനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പോയി ഇരുന്ന് താലി കെട്ടണോ? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ കൂടി പറ. എല്ലാം ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാലോ. പണ്ടെങ്ങാനും കൊടുത്ത വാക്കല്ലേ വലുത്. എനിക്ക് കുഴപ്പമില്ല അച്ഛാ. നിങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ ആ മണ്ഡപത്തിൽ പോയി ഇരിക്കാം. രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാം. ഇതൊക്കെ കണ്ട് ജയപാലൻ പറയാണ്, ഇപ്പൊ ഒരു കുടുംബം ഡ്രാമ ചെയ്തു പോയതേ ഉള്ളൂ, അടുത്തത് നിങ്ങളാണോ എന്ന് തമാശയ്ക്ക് പറഞ്ഞ് നിവിനോട് മണ്ഡപത്തിൽ പോയി ഇരിക്കാൻ പറയാണ് ജയപാലൻ. ഇത് കണ്ട് രാജേശ്വരി ജയപാലനോട് പറയാണ്, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നേ? നിവിനെ പിടിച്ചു തള്ളാൻ നിങ്ങളുടെ വീട്ടിലെ നായയൊന്നുമല്ല അവൻ. മര്യാദയ്ക്ക് പെരുമാറിക്കോ. അപ്പൊ ജയപാലൻ ചോദിക്കുകയാണ്, രാജേശ്വരി എന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയേ? നമുക്ക് നിവിന്റെയും രാഗിണിയുടെയും കല്യാണം നടത്തണ്ടേ? ആ കാവേരിക്ക് ക്യാഷ് കൊടുത്തത് നോക്കണ്ട. രാഗിണിക്ക് വേണ്ടി ഞാൻ കോടിക്കണക്കിന് ക്യാഷ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ സത്യൻ പറയാണ്, അതിന് നിന്റെ സ്വത്ത് ആർക്ക് വേണം? എന്റെ അടുത്ത് സ്വത്ത് ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ബന്ധുക്കളുടെ മുമ്പിൽ വരെ നാണം കെട്ടു എന്നൊക്കെ ദേഷ്യത്തില് പറയാണ്. അപ്പോ ജയപാലൻ ചോദിക്കാണ്, അതിന് എന്ത് നാണം കെട്ടെന്നാ പറയുന്നേ? അപ്പോ സത്യൻ പറയാണ്, ആ കുടുംബത്തിനോട് നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അവരുടെ സ്വത്ത് തട്ടിയെടുത്തത് നിനക്ക് ന്യായമായ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? നീ കാരണം ഞങ്ങള് ഞങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെട്ട്. അപ്പോ ജയപാലൻ ചോദിക്കുകയാണ്, നീ നല്ല വേഷം കെട്ടാണോ ഈ നാട്ടുകാരുടെ മുമ്പില്? അപ്പോ രാജേശ്വരി പറയാണ്, എന്റെ ഭർത്താവ് നല്ല ആള് തന്നെയാണ്. നിന്നെ പോലെ തട്ടിയെടുത്തുണ്ടാക്കിയതല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളാണ് ഇതൊക്കെ. അപ്പോ ജയപാലൻ ദേഷ്യത്തിൽ പറയാണ്, അതിനിപ്പോ എന്താ പ്രശ്നം? മര്യാദയ്ക്ക് നിന്റെ മോനോട് മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞു. രാഗിണിയും അപ്പോ സങ്കടത്തിൽ ജയപാലനോട് പറയാണ്, അച്ഛാ എനിക്ക് ഈ മാലയൊക്കെ ഇട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും നാണം കെടാൻ വയ്യ. നിവിനോട് മണ്ഡപത്തിൽ ഇരിക്കാൻ പറ അച്ഛാ. അപ്പോ രാജേശ്വരി രാഗിണിയോട് മിണ്ടാതിരിക്കാൻ പറയാണ്. എന്നിട്ട് രാഗിണിയോട് ചൂടാവാണ് രാജേശ്വരി. ഒരു കല്യാണ പെണ്ണായിട്ടും നിനക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റൂലേ? എന്റെ മോനെ എന്റെ മുമ്പിൽ വെച്ച് തന്നെ മര്യാദയില്ലാതെ സംസാരിക്കുന്നു നീ. നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും നീ ഇങ്ങനെയല്ലേ പെരുമാറാ? അപ്പോ സത്യം പറയാണ്, അതിന് ഈ കല്യാണം നടന്നാലല്ലേ? അത് കേട്ട് ജയപാലനും രാഗിണിയും എല്ലാരും ഞെട്ടാണ്. അപ്പോ ജയപാലൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ പറയുന്നേ? കല്യാണത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചത്? എന്റെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം എന്റെ മോളുടെ കല്യാണത്തിനല്ലേ വന്നത്. നീ നടക്കൂലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ രാജേശ്വരി പറയാണ്, ആ ശാരദ വന്ന് ഈ കല്യാണ മണ്ഡപത്തിൽ നിന്നെ ശപിച്ചു പോകുന്നു. അത് എന്റെ മോനും കൂടി എഫക്റ്റ് ചെയ്യാ. അപ്പോ ജയപാലൻ ദേഷ്യത്തില് പറയാണ്, എന്നെ കളിയാക്കാണോ നിങ്ങള്? നിന്റെ മോനോട് മര്യാദയ്ക്ക് മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞോ? പ്രവീണ വന്ന് ചോദിക്കുകയാണ്, ഇവരുടെ കല്യാണം നടക്കണമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ചതല്ലേ രാജേശ്വരി? അപ്പൊ രാജേശ്വരി പറയാണ്, ആ ഒരു വാക്കിന്റെ പേരിലാണ് എന്റെ മോനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്. വന്ന ബന്ധുക്കളുടെ മുമ്പിൽ വരെ ഞങ്ങൾ നാണം കെട്ടു. ഇത്രയും നാൾ നല്ല രീതിയിലാ ഞങ്ങൾ ജീവിച്ചത്. ഇനിയും അതുപോലെ ജീവിക്കണമെന്ന ആഗ്രഹം. ഇത്രയും നടന്ന ശേഷം ഇനി ഈ കല്യാണം നടന്നാൽ അത് നല്ലതായിരിക്കൂല. അപ്പോ ജയപാലൻ പറയാണ്, ഈ കല്യാണം നടക്കാതെ ആരും ഇവിടുന്ന് പോകൂല. എല്ലാവരെയും കൊല്ലാൻ വരെ ഞാൻ മടിക്കൂല എന്ന് ഭീഷണിപ്പെടുത്താണ്. അപ്പോ സത്യം ചോദിക്കാണ്, നീ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്താണോ? എന്റെ മോന് നിന്റെ മോളെ കല്യാണം കഴിക്കാൻ പോണില്ല. ഈ കല്യാണം നടന്നാൽ അത് ഞങ്ങൾ അവനോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. എന്റെ മോന്റെ വാക്ക് ഞങ്ങൾ കേൾക്കണമായിരുന്നു.
നിന്റെ ഒക്കെ തനി സ്വഭാവം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കല്യാണം നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് രാജേശ്വരി നിവിനെയും കൂട്ടി പോവാണ്. അപ്പൊ രാഗിണി നിവിന്റെ ഷർട്ടിൽ പിടിച്ച് ചോദിക്കാണ്, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എന്നെ കല്യാണം കഴിക്കാതെ നീ ഇവിടുന്ന് പോവോ? അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ദേഷ്യത്തിൽ പറയാണ് രാഗിണി. അപ്പോ രാജേശ്വരി വന്ന് രാഗിണിയുടെ മോന്തക്കിട്ട് അടിക്കുകയാണ്. എന്നിട്ട് രാഗിണിയോട് പറയാണ്, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നീ വലിയ ആളാണെന്നാണോ? മര്യാദയ്ക്ക് സംസാരിച്ചോ? അപ്പൊ ജയപാലൻ ദേഷ്യത്തിൽ പറയാണ്, എന്റെ മോളുടെ മേൽ നീ കൈവെക്കോ? അപ്പൊ രാജേശ്വരി പറയാണ്, ഞാൻ കൈവെക്കും. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. ഈ കല്യാണം നടന്നാൽ ഈ കല്യാണം നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് രാജേശ്വരി നിവിനെയും കൂട്ടി പോവാണ് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന്. ജയപാലനും രാഗിണിയും ഒക്കെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. രാഗിണി നിവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പൊട്ടിക്കരയാണ് ആ ഓഡിറ്റോറിയത്തില്. ജയപാലൻ എന്നിട്ട് ആ കാവേരിയും കുടുംബവും കാരണമാണ് ഞാനിപ്പോ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടതും എന്റെ മോളുടെ കല്യാണം മുടങ്ങിപ്പോയതും എന്നൊക്കെ ഓർത്ത ദേഷ്യത്തിൽ അവരെ വെറുതെ വിടൂല എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. നിവിൻ കല്യാണം മുടങ്ങിയ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. വീട്ടിലെ ബന്ധുക്കളൊക്കെ പോയ ശേഷം രാജേശ്വരി നിവിനോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോ സന്തോഷായില്ലേ? നീ വിചാരിച്ച പോലെ നടന്നില്ലേ? ഇനി നാട് മുഴുവനും ഇതായിരിക്കും ചർച്ച. ഞങ്ങളിപ്പോ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ നാണം കെട്ട അവസ്ഥയിലാണ്. അപ്പോ നിവിൻ ചോദിക്കാണ്, ഞാൻ അതിന് എന്ത് ചെയ്തു അമ്മേ? അമ്മയുടെ വാക്ക് കേൾക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോ ആ ജയപാലൻ ആ കുടുംബത്തിന്റെ പൈസ പറ്റിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ രാജേശ്വരി പറയാണ്, അത് നടന്നില്ലെങ്കിലും നീ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോണില്ലല്ലോ. കല്യാണം എങ്ങനെ മുടക്കണം എന്നല്ലേ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നീ ആയിരിക്കുമല്ലേ ആ കാവേരിയെ വിളിച്ചു വരുത്തി ഈ കല്യാണം മുടക്കിയത്? നിന്റെ പ്ലാൻ ഒക്കെ ഇപ്പൊ നടന്നില്ലേ എന്നൊക്കെ ദേഷ്യത്തിൽ നിവിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് രാജേശ്വരി അകത്തേക്ക് പോകുന്നേ. നിവിൻ അപ്പോ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. അപ്പോ ആസിഫ് വന്ന് ചോദിക്കുകയാണ്, കല്യാണം മുടങ്ങിയതിൽ നിനക്ക് സങ്കടം ഉണ്ടോടാ? അപ്പോൾ നിവിൻ ചിരിച്ചോണ്ട് പറയാണ്, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇനി കാവേരിയെ പോയി കാണണം എനിക്ക്. ഞാനും തിരുവനന്തപുരത്തേക്ക് പോകാണ് ആസിഫെ. അപ്പോ ആസിഫ് പറയാണ്, നീ ഇപ്പോ തന്നെ പോണ്ട. കല്യാണം മുടങ്ങിയതല്ലേ, 2 ദിവസം കഴിഞ്ഞ് നീ പോയിക്കോ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ സംശയം ഉണ്ടാകും. രാഗിണി കല്യാണം മുടങ്ങിയ സങ്കടത്തിൽ തൂങ്ങിച്ചാവാൻ ശ്രമിക്കാണ്. രാഗിണി ഡോർ അടച്ചിട്ട് തുറക്കാഞ്ഞിട്ട് ജയപാലനും വിശാലും കൂടി ഡോറ് തല്ലി പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് രാഗിണി തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്ന കണ്ട് അവര് രക്ഷിക്കുകയാണ് രാഗിണിയെ. എന്നിട്ട് ജയപാലൻ രാഗിണിയോട് പറയാണ്, ഞാനുണ്ട് നിനക്ക്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അപ്പോ രാഗിണി ദേഷ്യത്തില് ജയപാലോട് ചോദിക്കുകയാണ്, അച്ഛൻ ഉണ്ടായിട്ട് എന്താ? എന്റെ കല്യാണം നടത്താൻ പറ്റിയോ? കാവേരി വന്ന് എന്റെ കല്യാണം മുടക്കിയില്ലേ? എന്റെ ജീവിതത്തെ നശിപ്പിച്ചില്ലേ? എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? അച്ഛനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ഞാനിപ്പോ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു. അച്ഛൻ അവരുടെ തോട്ടം പറ്റിച്ചു വാങ്ങിയതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അച്ഛൻ കാരണം എന്റെ കല്യാണമല്ലേ മുടങ്ങിയത്. നാട്ടുകാരുടെ മുമ്പിൽ ഞാനല്ലേ ഇപ്പോ നാണം കെട്ടേ? എന്റെ കല്യാണം മുടങ്ങിയപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷായില്ലേ? രാഗിണിയുടെ അവസ്ഥ കണ്ട് ജയപാലനും പ്രവീണയ്ക്കും വിശാലിനും ഒക്കെ സങ്കടാവുന്നുണ്ട്. എന്നിട്ട് ജയപാലൻ രാഗിണിയോട് പറയാണ്, ആ കാവേരിയെയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടൂല. നിന്നോട് ചെയ്തതിന് ഞാൻ അവരെ കൊല്ലും. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. നീ ഇനി മരിക്കാനൊന്നും ശ്രമിക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്നിട്ട് സങ്കടത്തിൽ രാഗിണിയെയും കെട്ടിപ്പിടിച്ച് കരയാണ് ജയപാലൻ. ജയപാലൻ ആ കാവേരിയെയും കുടുംബത്തെയും കൊല്ലാനുള്ള ദേഷ്യം വരികയാണ്. എന്നിട്ട് ജയപാലൻ ആ കാവേരിയും കുടുംബവും തിരുവനന്തപുരത്ത് എവിടെയാണ് പോയത് എന്നൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.